ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു പ്ലാസ്റ്റിക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആയി എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക് ട്രീറ്റിയിൽ ഇന്ത്യയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യ സംസാരിച്ചത് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവാൻ കാരണം? ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ട്രീറ്റി വരികയും പ്ലാസ്റ്റിക്സിന്റെ കംപ്ലീറ്റ് എലിമിനേഷനിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലാണ് ഒരു ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ പ്ലാസ്റ്റിക്കിനെ ഘട്ടം ഘട്ടമായിട്ട് ഫേസ് ഔട്ട് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷനെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ഇത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷൻ യുണൈറ്റഡ് നേഷൻസ് പാസ്സാക്കുകയും ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി അതൊരു ഗ്ലോബൽ ട്രീറ്റിയിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ആക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹിസ്റ്റോറിക് സ്റ്റെപ്പാണ്. അതിന്റെ തുടർച്ചയായിട്ട് പല പ്രാവശ്യം ചർച്ചകൾ നടന്നു. റീസെന്റ് ആയിട്ടുള്ള ചർച്ചയാണ് സൗത്ത് കൊറിയയിലുള്ള ബുസാനിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. പക്ഷേ ഈ ഒരു ചർച്ചകൾ കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടില്ല. യൂറോപ്യൻ യൂണിയനും പസഫിക് ഐലൻഡ് നാഷൻസ് എല്ലാം തന്നെ പ്ലാസ്റ്റിക്സ് എൻവയോൺമെന്റിന് ഹാംഫുൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ എത്രയും വേഗത്തിൽ എലിമിനേറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും അത് ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്. ഒരിക്കൽ പ്ലാസ്റ്റിക്കിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് വൈൽഡ് ലൈഫിലും മറ്റുമൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് പ്രൊഡക്ഷനെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഈ ഒരു രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഫൈനൽ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഓയിൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിൽ ആൻഡ് ഇൻഡസ്ട്രീസ്, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടതായിട്ട് വരും. അത് രാജ്യത്തിന്റെ എക്കണോമിനെ ബാധിക്കും, രാജ്യത്തിന്റെ ട്രേഡിനെയൊക്കെ ബാധിക്കും എന്നുകൂടി ഓർത്തുവെക്കണം തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഒന്ന് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിനെ കുറക്കുന്നത് വഴി രാജ്യത്തിന്റെ എക്കണോമിയെ തന്നെ ബാധിക്കും, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്കണോമിയെ തന്നെ ബാധിക്കും എന്നുള്ള ഒരു ആംഗിൾ ആണ്. പ്രത്യേകിച്ചും ഈ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് തന്നെ മൊത്തത്തിൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു മേഖലയിലെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പെട്ടെന്നൊരു പ്ലാസ്റ്റിക് എലിമിനേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് തന്നെയായാലും ബുസാനിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ ഒരു കൺസെൻസസിലേക്ക് എത്താനോ ഒരു ട്രീറ്റിയിലേക്ക് എത്താനോ പറ്റിയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു? അവരവരുടെ ഭാഗങ്ങൾ പറഞ്ഞ് ചർച്ച വീണ്ടും അടുത്തൊരു വർഷത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തു കൊടുക്കുക. അപ്പോൾ അടുത്ത വർഷം ഇതേ വിഷയവുമായിട്ട് വീണ്ടും ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസഗ്രിമെന്റുകളെ പരിഹരിക്കും എന്നാണ് കരുതാറുള്ളത്. അപ്പോൾ ഇന്ത്യ ഈ ഒരു പ്രൊഡക്ഷൻ കട്ടുകൾ കുറക്കണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഉൽപാദനം കുറക്കണം എന്ന് പറഞ്ഞ രാജ്യങ്ങൾക്ക് എതിരായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. അതിൽ പ്ലാസ്റ്റിക്കിന്റെ 1/3 മാത്രമേ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ടെക്നോളജീസ് ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിലുണ്ട്. അവര് ആ ഒരു ടെക്നോളജി നമുക്ക് ഫ്രീ ആയിട്ട് തരിക. അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കുറക്കുമ്പോൾ ആ ഒരു എക്കണോമിക് ബേർഡൻ വരും. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൊടുക്കുക. അതായത് ഒരു രാജ്യം അതിന്റെ എക്കണോമിക് ഡിപ്പെൻഡൻസ്, രാജ്യത്തിന്റെ എക്കണോമിയെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷനെ ഒഴിവാക്കുക എന്നുള്ളത് പറ്റില്ല. അതായത് ഒരേ സമയത്ത് തന്നെ ഇന്ത്യൻ എക്കണോമിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹെൽത്ത് ഇമ്പാക്റ്റുകളെയും നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ബാലൻസിങ്ങിലേക്കാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് എക്കണോമിനെ റൂയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല രാജ്യങ്ങൾക്കും പല എക്കണോമീസിനും പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈറ്റൽ ആണ്. പ്രത്യേകിച്ചും അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കാം, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറക്കുന്ന രീതിയിൽ ശ്രമങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള റിഡക്ഷൻ ആണ് ബെറ്റർ ആയിട്ടുള്ളത് റാദർ ദാൻ പെട്ടെന്നൊരു കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഡെവലപ്ഡ് കൺട്രീസിന്റെ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിലാണ് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിൽ മാർഷ്യൽ ലോ
അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. വളരെ പെട്ടെന്നാണ് സൗത്ത് കൊറിയയിൽ പട്ടാള ഭരണം മാർഷ്യൽ ലോ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവം, എന്താണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ, കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൗത്ത് കൊറിയ വളരെ ദൂരത്ത് നമ്മുടെ ജപ്പാൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒക്കെയുള്ള റഷ്യയുടെ തൊട്ട് താഴെത്തായിട്ടുള്ള രാജ്യമാണ്, ചൈനയുടെ ഒക്കെ അടുത്തായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഈ ഒരു സൗത്ത് കൊറിയയിലെ പ്രസിഡന്റ് യൂൻ സൂക് യോൾ അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ്ലി അങ്ങനെ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.